ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം. 5 വർഷമായി തിരുവല്ല പട്ടണത്തിൽ അലങ്ങി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ആൾക്കാരോട് ഭിക്ഷ യാചിച്ചും മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും മനസ്സിന് താളം തെറ്റിയ സാബു അഗസ്റ്റിൻ്റെ ജീവിതമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പക്ഷേ സാബുവിൻ്റെ ജീവിതത്തിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നിരിക്കാം. നല്ലൊരു ജോലി ചെയ്യണമെന്നും നല്ലൊരു കുടുംബസ്ഥനാകണമെന്നും നല്ല ഭവനം വെക്കണമെന്നും മാതാപിതാക്കളെ നോക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ എപ്പോഴോ എവിടെയോ വെച്ച് അദ്ദേഹം ലഹരിക്ക് അടിമയാകാനിടയായി. തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും തനിക്ക് നഷ്ടപ്പെടുവാനിടയായി. അങ്ങനെ ആരുമില്ലാത്തവനായി അനാഥനായി ഭവനത്തിൽ നിന്നിറങ്ങി ആർക്കും വേണ്ടാതെ കഴിയുകയാണ്. ഏകദേശം 6 മാസമായി തിരുവല്ലയിലെ രാജൻ ജ്വല്ലറിയുടെ പുറകുവശത്താണ് അദ്ദേഹം കിടക്കുന്നത്. രാജൻ ജ്വല്ലറി ഉടമ ശ്രീ പ്രദീപ് സാർ റെഡ് ക്രോസിൽ ഇൻഫോം ചെയ്യുകയും പോലീസ് അധികാരികളും തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ മെമ്പേഴ്സും ഈ വിവരം ഗിൽഗാലിലെ പാസ്റ്റർ ജേക്കബ് ജോസഫിനെ അറിയിക്കുവാനിടയായി. ഞാൻ ജി പ്രദീപ്, തിരുവല്ല രാജൻ ജ്വല്ലറി ഉടമസ്ഥനാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു 6 മാസമായിട്ട് ഒരു മെൻ്റൽ ഡിസോർഡർ ഉള്ള ഒരാൾ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈയിടെ കൊണ്ട് കുറേ കൂടുതൽ വയലൻ്റ് ആവുകയും അല്ലെങ്കിൽ വൃത്തികേടാക്കുകയും ചെയ്യുന്നതിനാൽ ഈ സാബു എന്ന് പറഞ്ഞ ആളിനെ ഗിൽഗാൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് മാറ്റുകയാണ്. മാനസിക വിഭ്രാന്തിയുള്ള സാബു ചില സമയങ്ങൾ വയലൻ്റായി ആൾക്കാരെ ഉപദ്രവിക്കുവാനും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ പ്രവൃത്തികൾ ചെയ്യുവാനൊക്കെ ഇടയായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. എപ്പോഴദ്ദേഹം വയലൻ്റ് ആകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം കഴിച്ച ഭക്ഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. തലേദിവസം ഭക്ഷണങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ തന്നെയാണ് മലവിസർജനം നടത്തുന്നത്. സ്ഥിതിയുടെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സാബുവിനെ ഏറ്റെടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തികളും അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാണുമ്പോൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയുകയാണ്. 400-ലധികം ജീവിതങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഈ വലിയ ഭവനത്തിൽ ആവശ്യങ്ങൾ വളരെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും അനേകർക്ക് ആശ്വാസമാകുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.